എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും വീട് വൃത്തിയാക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലെ തറയൊക്കെ മിക്കവാറും തന്നെ എല്ലാ ദിവസവും തുടച്ച് വൃത്തിയാക്കിയൊക്കെ ഇടാറുണ്ട്. അപ്പോൾ നമ്മൾ തറ തുടയ്ക്കാനായിട്ട് പലപ്പോഴും പല ഫ്ലോർ ക്ലീനറുകളൊക്കെ വാങ്ങി ഉപയോഗിക്കാറുണ്ട്. മിക്കവാറും തന്നെ പുറത്തുനിന്നൊക്കെ വാങ്ങുന്നതായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ചിലവർക്കൊന്നും അതിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു പതയും ഒന്നും ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ നമുക്കിന്ന് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഒരു ഫ്ലോർ ക്ലീനർ തയ്യാറാക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഇത് 100% നാച്ചുറലാണ്. അതുപോലെ തന്നെ അണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവും നമ്മുടെ ഈ ഫ്ലോർ ക്ലീനറിനുണ്ട്. അപ്പോൾ ഫ്ലോർ ക്ലീനർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ 1 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കർപ്പൂരമാണ്. അപ്പോൾ സാധാരണ നമുക്ക് പൂജാ സാധനങ്ങളൊക്കെ വാങ്ങുന്ന കടയിൽ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ കർപ്പൂരം വാങ്ങാൻ കിട്ടും. ഒരു 10-12 ബോൾ കർപ്പൂരം ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് വേണ്ടത് ഉപ്പാണ്. നമ്മൾ സാധാരണ കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന പൊടിയുപ്പ് ഉപയോഗിക്കാം, അതും അല്ലെങ്കിൽ നമുക്ക് കല്ലുപ്പ് ഉപയോഗിക്കാം. ഇപ്പോൾ കല്ലുപ്പ് ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന പൊടിയുപ്പ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് പൊടിയുപ്പ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആലമാണ്. ആലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. ആലം നമുക്ക് അങ്ങാടി മരുന്ന് കടകളിൽ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. ആലം നല്ലൊരു അണുനാശിനി കൂടിയാണ്. അപ്പം നമ്മൾ ഫ്ലോർ ക്ലീനറിലൊക്കെ ആലം ചേർക്കുകയാണെങ്കിൽ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഫ്ലോറിലുള്ള അണുക്കളൊക്കെ നശിക്കാനായിട്ട് ആലം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആലം സ്ഫടികക്കാരം അതുപോലെ ചീനക്കാരം എന്നൊക്കെ പല പേരിലും അറിയപ്പെടുന്നുണ്ട്. മിക്കയിടത്തും തന്നെ നമുക്കത് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ആലം ഒരു ചെറിയ കട്ട പോലെയാണ് ഇരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തരിതരിയായിട്ട് പൊടിക്കണമെന്നൊന്നുമില്ല, നൈസായിട്ട് പൊടിക്കണമെന്നൊന്നുമില്ല. ആ കട്ട അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താലും യാതൊരു കുഴപ്പമില്ല. അപ്പം നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂണിനടുത്ത് മതിയാകും. അപ്പോൾ അത്രയും അളവിൽ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ ആ വെള്ളത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് അലിഞ്ഞ് ചേരുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കർപ്പൂരം അത്ര എളുപ്പത്തിൽ അലിഞ്ഞ് ചേരുമൊന്നുമില്ല. അത് അലിഞ്ഞ് ചേരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫ്ലോർ ക്ലീനറിൻ്റെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബോട്ടിലേക്ക് മാറ്റി എടുത്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ആ ബോട്ടിലേക്ക് നമ്മുടെ ഈ ഫ്ലോർ ക്ലീനർ ഒഴിച്ചു വയ്ക്കാം. എന്നിട്ട് ഇതൊരു 24 മണിക്കൂറെങ്കിലും അടച്ച് വെക്കണം. ഉപയോഗിക്കാതെ അടച്ച് എടുത്തു വെക്കണം. എന്നിട്ട് 24 മണിക്കൂർ കഴിഞ്ഞ ശേഷം വേണം നമുക്കിത് തറ തുടയ്ക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഈ 24 മണിക്കൂർ കൊണ്ട് തന്നെ കർപ്പൂരത്തിൻ്റെയും ആലത്തിൻ്റെയും ഉപ്പിൻ്റെയൊക്കെ അംശം ആ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് നല്ല സൂപ്പർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോർ ക്ലീനറായിട്ട് ഇത് മാറുകയും ചെയ്യും. അപ്പോൾ ഇത് ശരിക്ക് എയർ ടൈറ്റായിട്ട് അടച്ച ശേഷം നമുക്ക് എടുത്തു വയ്ക്കാം. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട് തുടയ്ക്കാനായിട്ട് നമുക്ക് എത്ര വെള്ളമാണ് ആവശ്യം വരിക അതിനനുസരിച്ച് വെള്ളം എടുക്കുക. ഞാനിപ്പോൾ ഒരു 4-5 ലിറ്ററിനടുത്ത് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്ലോർ ക്ലീനറിൻ്റെ മിക്സ് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 4 ലിറ്റർ വെള്ളത്തിന് 3 ടേബിൾ സ്പൂൺ ആ ഒരു അളവിലാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിത് എടുക്കുമ്പോൾ കർപ്പൂരം അതിലേക്ക് വരികയാണെങ്കിൽ കർപ്പൂരം തിരിച്ച് ആ ഫ്ലോർ ക്ലീനറിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ആ കർപ്പൂരത്തിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഈ വെള്ളത്തിൽ അല്ലെങ്കിൽ ഈ ഫ്ലോർ ക്ലീനറിൽ നന്നായിട്ട് നിറഞ്ഞു നിൽക്കും. അപ്പോൾ തുടയ്ക്കാനുള്ള വെള്ളത്തിൽ ഒരു 3 ടേബിൾ സ്പൂൺ നമ്മൾ തയ്യാറാക്കിയ ഫ്ലോർ ക്ലീനർ മിക്സ് ചെയ്യുക. എന്നിട്ട് അത് ഉപയോഗിച്ച് നമ്മുടെ വീടും അതുപോലെ അടുക്കളയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തുടയ്ക്കുക. അപ്പോൾ വീട്ടിലുള്ള അഴുക്കുകളെല്ലാം പോവും, അതുപോലെ തന്നെ അണുക്കളും നശിക്കുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ ഫ്ലോർ ക്ലീനർ. 3 സാധനങ്ങൾ മാത്രം മതി. ഉപ്പ്, ആലം, അതുപോലെ തന്നെ കർപ്പൂരം. ഈ 3 സാധനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇന്ന് ഈ ഫ്ലോർ ക്ലീനർ തയ്യാറാക്കിയത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.